ഹായ് ഫ്രണ്ട്സ്, കൊച്ചുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് LGS എക്സാമൊക്കെ എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ഭരണഘടനാ ചോദ്യങ്ങളാണ്. ആവർത്തിക്കുന്ന ഭരണഘടനാ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? അതിൻ്റെ ഉത്തരം സി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം. അതായത് 1 ഇന്ത്യൻ സർക്കാരും പാർലമെൻറ്റും സംസ്ഥാന സർക്കാരും നിയമസഭയും. 2 ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും. 3 പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും. 4 സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. 5 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും. അടുത്ത ചോദ്യം നോക്കാം. 2016 ഭരണഘടനയുടെ 101 ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരം സി ആണ്, 1 മാത്രം. അതായത് 1 ചരക്ക് സേവന നികുതി ബിൽ. 2016 ഭരണഘടനയുടെ 101 ഭേദഗതി നിയമം ചരക്ക് സേവന നികുതി ബിൽ കൈകാര്യം ചെയ്യുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. ഇതിൻ്റെ ഉത്തരം എ ആണ്, തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. അടുത്ത ചോദ്യം നോക്കാം. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ്, 1, 2, 3. 1 പാർലമെൻറ്റിൽ സമർപ്പിക്കേണ്ട നയത്തിൻ്റെ അന്തിമ നിർണയം. 2 പാർലമെൻറ്റ് നിർദ്ദേശിച്ച നയത്തിനനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിൻ്റെ പരമോന്നത നിയന്ത്രണം. 3 നിരവധി വകുപ്പുകളുടെ താൽപ്പര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. അതായത് തന്നിരിക്കുന്നവയിൽ ശരി ഉത്തരമില്ല. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി. ഉത്തരം ബി ആണ്, മിസ്റ്റർ അബ്ദൽ ഫത്താഹ് LCC, ഈജിപ്തിലെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ 1 ശരിയല്ല, ഇതിൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരം സി ആണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയായവ എ ഭരണഘടനയുടെ 324 അനുച്ഛേദം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ബി തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഡി ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയായത്? ഉത്തരം ബി ആണ്, 1, 2, 4. 1 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A. 2 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം 1985 പാസ്സാക്കി. 4 ട്രൈബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാണ് രജിസ്ട്രാർ. അടുത്ത ചോദ്യം, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം 2022 ലഭിച്ചത് ആനി എർണാക്സ്. നെക്സ്റ്റ് ഭരണഘടനാ ചോദ്യം നോക്കാം. ചേരുവടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ്, 1 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, വകുപ്പ് 18. 2 അവസര സമത്വം, വകുപ്പ് 16. 3 തൊട്ടുകൂടായ്മ നിരോധനം, വകുപ്പ് 17 എ ആണ്. 4 നിയമത്തിന് മുൻപിൽ സമത്വം, സി, വകുപ്പ് 14. അടുത്ത് നോക്കാം. പൗരന്മാർക്ക് ഭാരതത്തിൻ്റെ ഭൂപ്രദേശമൊട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത പ്രാപ്തമാക്കുവാൻ
രാഷ്ട്രം നീക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? പൗരന്മാർക്ക് ഭാരതത്തിൻ്റെ ഭൂപ്രദേശമൊട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം നീക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? സിയാണ് നിർദ്ദേശക തത്വങ്ങൾ. 21 മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? സിയാണ് 1, 2, 3, 4. 1, 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു. 2, ഇന്ത്യയുടേത് റേഷ്യൻ മാതൃകയിലുള്ളതാണ്. 3, 11 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. 4, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകളേവ? ഉത്തരം വരുന്നത് ആണ്. 2, 3, 4. 2, രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം. 3, 2 പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാൻ പാടില്ല. 4, രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ്. അടുത്തത് നോക്കാം. ഭരണഘടനയുടെ 91-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഡി ആണ്. 1, 2, 3, 4. 1, 2004 ഭേദഗതി നിലവിൽ വന്നു. 2, കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭാംഗങ്ങളുടെ 15% കൂടുതൽ മന്ത്രിമാർ പാടില്ല. 3, ഈ ഭേദഗതി മുന്നോട്ട് വച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ്. 4, ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. അടുത്തത് നോക്കാം. ശരിയായ പ്രസ്താവനയിലോ? ഉത്തരം സി 1, 2, 3. 1, 348-ാം വകുപ്പ് പ്രകാരം പാർലമെൻറ്റിൽ ഉപയോഗിക്കേണ്ട ഭാഷ ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. 2, ലോക്സഭാ അധ്യക്ഷൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാതൃഭാഷയിൽ ലോക്സഭാംഗത്തിന് ആശയവിനിമയം നടത്താം. 3, ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. അടുത്തത് നോക്കാം. താഴ്ന്നിരിക്കുന്ന കൺകറൻ്റ് വിഷയത്തിൽ പെട്ടവ ഏത്? ഉത്തരം എ ആണ്. 1, ട്രേഡ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതെന്ന്? ഉത്തരം ബി ആണ്. 1, 1, 1962. 1, 1, 1962. 27 വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏത്? ഉത്തരം ഡി ആണ്. ബയോ അമൃതം പദ്ധതി. അടുത്തത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാകും. ഇതിൻ്റെ ഉത്തരം ബി ആണ്. 2, സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്താനുള്ള അധികാരമുണ്ട്. അടുത്ത ദിവസം മാതാപിതാക്കൾ 2 പേരും അതുപോലെ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ബന്ധുഭവനങ്ങൾ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ഉത്തരം എ ആണ്. സ്നേഹപൂർവ്വം പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും? ഉത്തരം ബി ആണ്. 1, റോഷൻ അഗസ്റ്റിൻ ജലവിഭവം. 2, കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി. 3, വി അബ്ദുർ റഹ്മാൻ സ്പോർട്സ്. 4, ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം. ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ബി ആണ്. 1, ഫസൽ അലി കമ്മീഷൻ 1953 ഡിസംബർ. 2, ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം. സി ആണ്. 1953 ഒക്ടോബർ. 3, ഛത്തീസ്ഗഡ് രൂപീകരണം. ഉത്തരം ബി ആണ്. 2000 നവംബർ. 4, ഗോവ സംസ്ഥാന രൂപീകരണം. ഉത്തരം എ 1987 മെയ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാവുക. ഉത്തരം വരുന്നത് 2, 4 2, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951-ലാണ്. 4, ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതി ബിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്. 1, നിയമപരമായ അവകാശം ആണ് സ്വത്തവകാശം. ബി 300A വകുപ്പ്. 2, ഭരണഘടനാ ഭേദഗതി. സി 368-ാം വകുപ്പ്.
3 അവശിഷ്ടാധികാരങ്ങൾ. ഡി 248 വകുപ്പ്. 4 ഏകീകൃത സിവിൽ കോഡ്. എ 44 വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടവ കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്. 2, 3, 4. 2 വിവാഹമോചനം, 3 ലോട്ടറികൾ, 4 വനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയവ. ഉത്തരം വരുന്നത് 1, 2, 4. 1 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി. 2 EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. 4 ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1950 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നത് ഏതാണ് ശരിയായി? ചെരുമ്പടി. ഭരണഘടനാ ചോദ്യങ്ങളാണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എങ്ങനെ ഭേദഗതി ചെയ്യാം? ഇന്നത്തെ ചെയ്യണ പ്രത്യേക നടപടിക്രമം വഴി. അടുത്ത ചോദ്യം. ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗത്തെ ആർക്കാണ് നീക്കം ചെയ്യാൻ കഴിയുക? ഉത്തരമേയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ എത്ര ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു? ഉത്തരം ഡി ആണ്. 34. അടുത്ത ചോദ്യം. താഴെപ്പറയുന്നതിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്? ഉത്തരം ബി ആണ്. 91. അടുത്ത ചോദ്യം നോക്കാം. ഇരട്ട അപകടത്തിനെതിരെ പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ തിരിച്ചറിയുക. ഉത്തരം ബി ആണ്. ആർട്ടിക്കിൾ 20. അടുത്ത ചോദ്യം. താഴെപ്പറയുന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കാനുള്ള ഇലക്ടറൽ കോളേജ് രൂപീകരിക്കുന്നത്? ഉത്തരം ഡി. ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അടുത്ത ചോദ്യം. 2022 ഇന്ത്യൻ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരായിരുന്നു? ഉത്തരം സി ആണ്. മാർഗരറ്റ് ആൽവ. അടുത്ത ചോദ്യം. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി സംബന്ധിച്ച് താഴെപ്പറയുന്നതിൽ ഏതാണ് ശരി? ഉത്തരം സി ആണ്. 2, 3, 4. 2 കേരള മുഖ്യമന്ത്രിയാണ്. KSDMA ചെയർമാൻ. 3 KSDMA ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ചീഫ് സെക്രട്ടറി. 4 റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് KSDMA വകുപ്പ് മേധാവി. അടുത്ത ചോദ്യം. 2021 നീതി ആയോഗ് ആരംഭിച്ച ആരോഗ്യ സൂചികയുടെ 4ാം റൗണ്ടിൽ ഏതാണ് ശരി? ഉത്തരം സി ആണ്. 1 മൊത്തത്തിലുള്ള ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തെത്തി. 2 തമിഴ്നാടും തെലങ്കാനയുമാണ് ആരോഗ്യ മാനദണ്ഡങ്ങൾ 2, 3 സ്ഥാനങ്ങളിൽ. 3 2019-20 ആയിരുന്നു ആരോഗ്യ സൂചികയുടെ റെഫറൻസ് കാലയളവ്.